കോഴിക്കോട്ടെ ജീപ്പിന് നേരെ കാട്ടാനാക്രമണം ഉണ്ടായി. കക്കാടംപൊയിൽ തേനരുവിയിൽ വീട്ടുമുറ്റം നിർത്തിയിട്ട ജീപ്പ് കാട്ടാന കുത്തിമറിച്ചിട്ടു. കാട്ടാന വീട്ടുമുറ്റത്തിന്റെ ദൃശ്യങ്ങളാണ് ഇതാ ദൃശ്യം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കും, ഫ്രണ്ടിൽ ഒരു ആന ഇങ്ങനെ. എന്താ മാത്രമല്ല, നമ്മൾ ഈ ആനയൊക്കെ ഇരുട്ടത്ത് നിന്ന് നമ്മൾ നടന്നു കാണുമ്പോൾ ഈ ആനയെ തട്ടി താഴെ വീഴുമ്പോഴായിരിക്കും ആനയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മുന്നിലൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിഥില ബാലൻ ആനയുടെ കഥയുമായി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. മിഥില, ഈ ആന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കാട്ടാന വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കക്കാടംപൊയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കക്കാടംപൊയിൽ പീടികപ്പാറ തേനരുവിയിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ജീപ്പ് ഈ കാട്ടാന കുത്തിമറിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത്. മാത്രമല്ല, ഇന്ന് പുലർച്ചെ ഈ വീട്ടുമുറ്റത്ത് ആന എത്തിയതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആന ഒരുപാട് സമയം വീട്ടുമുറ്റത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ തൊട്ടടുത്തുള്ള ഈ ഒരു തേനരുവി എസ്റ്റേറ്റിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ജീപ്പ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ജീപ്പിന് നേരെ ആനയുടെ പരാക്രമണം ഉണ്ടായിട്ടുള്ളത്. ആ ജീപ്പിന് വലിയ രീതിയിലുള്ള ഒരു കേടുപാടുണ്ടായിട്ടുണ്ട്.